കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ കിഴക്കോട്ട് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യക്ഷേത്രമാണ് കൂടൽമാണിക്യം. കൂടൽമാണിക്യ സ്വാമി ജീവിത ദുഃഖമാം ഉദരരോഗത്തിനും നീയല്ലോ സിദ്ധൌഷധം. കൂടും പിണികളെ ശ്രീരാമചന്ദ്രന്റെ അനുജനായ മഹാവിഷ്ണുവിൻ്റെ ശംഖിൻ്റെ അവതാരമായ ഭരതസ്വാമിയെയാണ് ചതുർബാഹുക്കളാൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഞാനുറങ്ങി എന്നെ മുക്കുടിക്കായി ഉണർത്തി നീ, കൂടിയാട്ടം കഴിഞ്ഞു ഞാനുറങ്ങി എന്നെ മുക്കുടിക്കായി ഉണർത്തി നീ. കർക്കിടക മാസത്തിലെ നാലമ്പല യാത്രയിൽ രണ്ടാമതായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് കൂടൽമാണിക്യം. ചാക്യാറിലൂടെന്നെ പരിഹസിച്ചതും നിന്റെ ചാടുവാക്യമായിരുന്നു. അത് നളചരിതമായി തീർന്നോ. ഒരിക്കൽ വിഗ്രഹത്തിന്റെ തിരുനെറ്റിയിൽ ഒരു അപൂർവ ദിവ്യജ്യോതി പ്രത്യക്ഷപ്പെട്ടു. ആ തേജസ് മാണിക്യദ്യുതിക്ക് തുല്യമാണെന്ന നിഗമനത്തിൽ വിദഗ്ധർ എത്തിച്ചേരുകയും ചെയ്തു. ആ കാലത്ത് കായംകുളം രാജാവിൻ്റെ കയ്യിൽ ആയിരുന്നു നല്ല മാണിക്യമുണ്ടായിരുന്നത്. അവിടെ നിന്നും മാണിക്യം വാങ്ങി വിഗ്രഹത്തിൻ്റെ നെറ്റിയിൽ ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ മാണിക്യം വിഗ്രഹത്തിനോട് ലയിച്ചു ചേർന്നു. അങ്ങനെ കൂടൽ മാണിക്യം എന്ന പേര് ക്ഷേത്രത്തിന് വന്നു ചേർന്നു. ഇരുന്നു ഞാൻ മാലയിൽ അത്ഭുത ശ്ലോകം തീർത്തത് നീ തന്നെയായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക പ്രളയജലത്തിൽ മുങ്ങി. ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വെച്ച് പൂജിച്ചാരാധിച്ചിരുന്ന ശ്രീരാമചന്ദ്രന്റെയും അനുജന്മാരുടെയും വിഗ്രഹങ്ങൾ പ്രളയജലത്തിൽ ഒഴുകി നടന്നു. കയ്പമംഗലം ദേശത്തെ നാട്ടുപ്രമാണിയായിരുന്ന വാക്കിയിൽ കൈമൾക്ക് വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്നതായി സ്വപ്ന ദർശനമുണ്ടായി. ഇതേ സമയം കടലിൽ മത്സ്യബന്ധനത്തിന് പോയ അരയർക്ക് വലയിൽ ഈ 4 വിഗ്രഹങ്ങൾ കിട്ടി. അവർ അത് നാട്ടുപ്രമാണിയായിരുന്ന വാക്കിയിൽ കൈമൾക്ക് കൈമാറുകയും ചെയ്തു. ഈ വിഗ്രഹങ്ങൾ ദേവഹിതമനുസരിച്ച് 4 സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ കൂടൽമാണിക്യസ്വാമിയെ ഇരിങ്ങാലക്കുടയിൽ കുലീബിനി തീർത്ഥക്കരയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. നീയല്ലോ സിദ്ധൌഷധം, കൂടും പിണികളെ കണ്ണാലൊളിക്കും. പൂജാവിധികളിൽ ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൽ തെച്ചി, തുളസി തുടങ്ങിയ പുഷ്പങ്ങൾ വളരുന്നില്ല. ക്ഷേത്രത്തിലെ കുലീബിനി തീർത്ഥത്തിൽ മത്സ്യങ്ങൾ ഒഴികെ മറ്റു ജലജീവികളില്ല. കർപ്പൂരവും ചന്ദനത്തിരിയും ഇവിടെ ഉപയോഗിക്കാറില്ല. പ്രധാനപ്പെട്ട ബൃഹത് ക്ഷേത്രമാണെങ്കിലും പന്തീരടി, ദീപാരാധന എന്നീ പൂജകളില്ല. ദീപാരാധനയില്ലാത്ത ക്ഷേത്രം എന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ചാക്യാറിലൂടെന്നെ പരിഹസിച്ചതും നിന്റെ ചാടുവാക്യമായിരുന്നു. ശ്വസന സംബന്ധമായ രോഗങ്ങൾക്ക് കുലീബിനി തീർത്ഥത്തിലെ മീനൂട്ട് ഉത്തമ വഴിപാടാണ്. ചാടുവാക്യമായിരുന്നു. അത് നളചരിതമായി. ഉദരരോഗ നിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം, പുത്തരി നിവേദ്യത്തിന്റെ ഭാഗമായ മുക്കുടി നിവേദ്യം സേവിച്ചാൽ 1 വർഷത്തേക്ക് ആരോഗ്യം ലഭിക്കും എന്നതാണ് വിശ്വാസം. താമരമാല ചാർത്തലാണ് മറ്റൊരു പ്രധാന വഴിപാട്. കൂടൽമാണിക്യസ്വാമിക്ക്
താമരമാല ചാർത്തി ആരംഭിക്കുന്ന ഏത് കാര്യവും വിജയപ്രദമായി തീരും എന്നുള്ളതാണ് വിശ്വാസം. ഇരുന്നു ഞാൻ സുഗന്ധവാഹികളായ പൂക്കളോ സുഗന്ധ വസ്തുക്കളോ ഇല്ലാതെ മണികൊട്ടി പൂജയില്ലാത്ത ഒരു പ്രത്യേക പൂജാവിധിയാണിവിടെ. കേട്ട ഹനുമാൻ സ്വാമി തിടപ്പള്ളിയിൽ സാന്നിധ്യമരുളുന്നു.